രാവിലെ തന്നെ വീടിന് മുമ്പിൽ ക്രെയിൻ വന്ന് നിന്നപ്പോഴാണ് തോന്നിയത് ഇന്ന് ഇവന്മാർ ഒച്ചപ്പാടും ബഹളമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, ആകപ്പാടെ അലമ്പായിരിക്കുന്നു. പക്ഷേ ഈ ക്രെയിൻ ആയതുകൊണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് പരിപാടികളൊക്കെ തീർക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറേ കട്ടകൾ ഈ അപ്പുറത്തൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, അവിടെ കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ പുള്ളി ഇവിടെ ഓൾറെഡി പാർക്കിംഗ് റിസർവ് ചെയ്ത് വെച്ചാണ്. ഈ മാൾട്ടയിലൊരു പ്രത്യേകത, മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളല്ല മറ്റു രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ റോഡ് സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഗവൺമെൻറ് സമീപിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന സമയത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ബോർഡ് വെച്ചിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, ആൾക്കാർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇപ്പോൾ ബോർഡ് ഉണ്ടെങ്കിലും മൈൻഡ് ആക്കാവുന്നതിൽ കൊണ്ട് പാർക്ക് ചെയ്യും. ഇവർക്ക് എമർജൻസി ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് മറ്റേ സാധനം അല്ല ടോ സാധനം കൊണ്ടുവന്നിട്ട് ഈ സാധനം എടുത്ത് കാറുകളൊക്കെ മാറ്റും കേട്ടോ ഇവിടുന്ന്. പക്ഷേ ഇദ്ദേഹം അതൊന്നും ചെയ്തില്ല. എന്നാലും ഇവർക്ക് മുമ്പിൽ ഈ പാർക്ക് ചെയ്ത ക്രെയിൻ്റെ മുമ്പിലൊരു സ്ഥലമുള്ളതുകൊണ്ട് ഈ ലോറി പിന്നെ തിരിച്ചവിടെ കൊണ്ടുവെക്കും. പക്ഷേ ഈ ക്രെയിൻ്റെ ബൈപ്പർ കണ്ടോ, മുമ്പിൽ വൈപ്പറുണ്ട്, അതുപോലെ തന്നെ മുകളിലും വൈപ്പറുണ്ട്. അത് ഞാൻ മറ്റൊരു വണ്ടിക്കും ഇതുപോലെ വൈപ്പർ കണ്ടിട്ടുണ്ട് മുകൾ ഭാഗത്ത്. കാരണം ഈ സാധനം മുകളിലേക്കൊക്കെ ഹൈറ്റിലേക്ക് സാധനം കയറ്റുമ്പോൾ ഇവർക്ക് മുകളിലോട്ട് താഴോട്ടൊക്കെ നോക്കേണ്ടി വരുമല്ലോ, സൈഡും വൈസും എല്ലാം കൃത്യമായിട്ട് കാണണം. അതുകൊണ്ടാണ് മുകളിലും ഇത്തരമൊരു ഗ്ലാസും അതിനൊരു വൈപ്പറും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ലോറി മുന്നിൽ വന്നു, ഇനി പരിപാടി എളുപ്പമാണ്. ക്രെയിൻ പ്രവർത്തിച്ച് തുടങ്ങി. ഇതിന് ഹുക്ക് താത്തിയിട്ട് കണ്ടോ ഇതേപോലെ അതിനകത്ത് ഞാൻ കയറ്റി കൊടുക്കുക, ലിഫ്റ്റ് ചെയ്യുക, ഇത് എവിടെയാണോ കൊണ്ടുവെക്കുന്നത് അവിടെ കൊണ്ടുവെക്കുക. പരിപാടി എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. വലിയ ഒച്ചയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊന്നും എടുത്തില്ല. അതിന് മുമ്പേ ഒരു ലോഡ് ഇറക്കി തീർത്തു. ഈ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ബിൽഡിംഗ് കിടക്കുന്നത്. ഏകദേശം ഇപ്പോൾ 2 മാസം കൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് ഇത്രയും ആയെന്ന് തോന്നുന്നു എനിക്ക്.